Hello and welcome back to another session of English class. So today is going to be a very productive class. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് കുറച്ചും കൂടി നല്ല ക്ലാസ്സാണ്. കുറച്ചും കൂടി കണ്ടൻ്റൊക്കെ ഉള്ള, അതുപോലെ തന്നെ കുറച്ചും കൂടി ആ കഥയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരികയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. Okay, agree children? Did you read the passages that we covered from the mysterious picture? ഇതുവരെ എടുത്ത ഭാഗങ്ങളെല്ലാം നിങ്ങൾ വായിച്ചോ, ഒന്നുകൂടി വായിച്ചില്ല എന്ന് ചോദിക്കുന്നത്. Tell me. And what about the 2 assignments that I had given? കഴിഞ്ഞ ക്ലാസ്സിൽ 2 അസൈൻമെൻറ്റ് തന്നിരുന്നു, അതെന്തായി ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. One was to write the diary entry of Till, isn't it? The diary entry of Till when Archduke asked him to draw the portrait. Yes, and what was the other one? The other one was to complete the table, isn't it? To write the real appearance of the courtiers and the way they wanted to be portrayed. ഒന്നാമതായിട്ട് ടില്ല അവിടെ എത്തിയ കാര്യങ്ങളും മറ്റും എഴുതാനും, അതുപോലെ തന്നെ ഓരോ കോർട്ടിയേഴ്സിൻ്റെ, അതായത് പ്രമാണിമാർ ചിത്രം എങ്ങനെയൊക്കെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള ആ ഒരു ചർച്ച ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ എഴുതാനായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എല്ലാവരും ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. So I believe that you have done your assignments. Okay, good. Okay, now before continuing our story, let us just recap what happened in the previous classes. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലെങ്കിൽ ക്ലാസ് എടുത്തതെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. Do you remember children the story of mysterious picture? നിങ്ങൾ ആ കഥയുടെ ഭാഗങ്ങളൊക്കെ ഓർമ്മിക്കുന്നില്ലേ? Yes, what is it? The story was about Till Allenspiegel, isn't it? So Till Allenspiegel, the artist from Flanders. ഫ്ലാൻഡേഴ്സിൽ നിന്നുള്ള ടില്ലിനെ കുറിച്ചുള്ള കഥയാണ്, പെയിൻ്ററായിട്ടുള്ള ടില്ലിനെ കുറിച്ചുള്ള കഥയാണ് ഇത് പറയുന്നത്. He reaches the palace of Archduke of Battenberg, and then what happens? He impresses the Archduke and succeeds in becoming the court painter. ആർച്ച് ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിലെത്തുകയും രാജാവിനെ ഇംപ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടുത്തെ പെയിൻ്ററായി മാറുകയും ചെയ്തു. Okay, now later on what happens? Archduke has got a wish, isn't it? Archduke wants Till to paint the portrait without any changes. He wanted a perfect picture to be portrayed without any changes. അങ്ങനെ സൽക്കാരത്തിൻ്റെയൊക്കെ ശേഷം രാജാവ് ടില്ലിനോട് പറയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ, മറ്റുള്ള കോർട്ടിയേഴ്സിനെല്ലാവരും ഒപ്പം വെച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു ചേഞ്ചസും വരാതെ, ഒരു മാറ്റവും വരാതെ അദ്ദേഹത്തിന് അതേപോലെ തന്നെ വരച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ടില്ലിനോട് ആവശ്യപ്പെടുകയാണ്. But then there is the demand of the courtiers. The courtiers wanted the changes to be done, isn't it? They want to hide their real appearance. They wanted to look themselves more beautiful and attractive. കൊട്ടാരത്തിലുള്ള പ്രമാണിമാർക്ക് എന്നാൽ അവരുടെ ചിത്രം വരയ്ക്കുമ്പോൾ ചേഞ്ചസ് ആവശ്യമായിരുന്നു. അവരെ മനോഹരമായി തന്നെ സൗന്ദര്യം കൂട്ടിക്കൊണ്ട് വരയ്ക്കാനാണ് അവിടെയുള്ള മറ്റു പ്രമാണിമാർ പറഞ്ഞത്. പക്ഷേ രാജാവ് പറഞ്ഞത് അതുപോലെ തന്നെ വരയ്ക്കാനാണ്. അപ്പോൾ ഏതായാലും നല്ല കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നമ്മൾ ടില്ല് നിൽക്കുന്നത്. And in this situation puts Till in a dilemma. Okay, so he does not know to whom he should believe or to whom he should obey, whether he should obey the Archduke or whether he should obey the courtiers. If he obeys the Archduke, the courtiers might kill him, and if he obeys the courtiers, there is a possibility that Archduke might kill him. അപ്പോൾ ടില്ല് വളരെയധികം കൺഫ്യൂഷനായിട്ടാണ് നിൽക്കുന്നത്. ആർച്ച് ഡ്യൂക്ക് പറഞ്ഞ പ്രകാരം വരച്ചാൽ മറ്റുള്ള പ്രമാണിമാർ അവനെ വകവരുത്തും. ഇനി പ്രമാണിമാർ പറഞ്ഞ പോലെ മാറ്റങ്ങളൊക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആർച്ച് ഡ്യൂക്കും അവനെ വധിക്കും. അപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ് ടില്ലുള്ളത്. So our Till is in a dilemma. He is in a helpless situation. I think we stopped here, isn't it? അപ്പോൾ ടില്ല ആകെ ധർമ്മസങ്കടത്തിലായി. ഡിലമ എന്ന് പറഞ്ഞാൽ ധർമ്മസങ്കടം, മനോവിഷമം എന്നൊക്കെ കേട്ടോ. അപ്പോൾ ആകെ വിഷമത്തിലായി. Okay, now let us just read and find out the rest of the story. What happens in the rest of the story? അപ്പോൾ നമുക്ക് എന്തായാലും വായിച്ച് നോക്കാം, കഥയുടെ ബാക്കി എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. Okay children, now I want you to open your textbook, page number 14. അപ്പോൾ കുട്ടികൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പുസ്തകത്തിലെ 14-ാമത്തെ പേജ് നമ്പർ തുറക്കുക. Are you ready? Here we go.
Till coolly thought things over and said to himself, ടില്ലിങ്ങനെ ചിന്തിച്ചിട്ട് സ്വയം പറഞ്ഞു, if I paint this picture, I shall certainly be killed. ഞാൻ ഈ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ കൊല്ലപ്പെടും. Either the Archduke will have me slaughtered like a pig for having disobeyed him, or the courtiers will have me murdered for painting them as they really are. ഒന്നുകിൽ ആർച്ച് ഡ്യൂക്ക് എന്നെ പന്നികളെ അറുത്തു കൊല്ലുന്നത് പോലെ എന്നെ അറുത്തു കൊല്ലും, അല്ലെങ്കിൽ മറ്റു പ്രമാണിമാർ അവർ ഇഷ്ടപ്രകാരം വരച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി അവനെ കൊലപ്പെടുത്തും. In either case, I am going to die. ഏതായാലും ഞാൻ മരിക്കാൻ പോകുന്നു. What am I to do? Perhaps it is wiser not to paint this picture at all. ഇനിയിപ്പോൾ എന്താണ് ഞാൻ ചെയ്യുക? ഒരു പക്ഷേ ഏറ്റവും ബുദ്ധിപരമായ കാര്യം എന്താ വെച്ചാൽ ഈ ചിത്രം വരക്കാതിരിക്കുകയായിരിക്കും നല്ലത്. The following day, he asked the Archduke for the hall where he was to paint the picture. പിറ്റേ ദിവസം ടില്ല് ആർച്ച് ഡ്യൂക്കിന് ചോദിച്ചു, എവിടെയാണ് നിങ്ങളെ ചിത്രം വരയ്ക്കേണ്ട സ്ഥലം എവിടെയാണ്, ഏത് ഹാളിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടതെന്ന് ടില്ല് ആർച്ച് ഡ്യൂക്കിനോട് ചോദിച്ചു. He was shown a large room with bare walls. അപ്പോൾ രാജാവ് വലിയൊരു റൂം കാണിച്ചു കൊടുത്തു. അതിൽ ആ ചുമരിൽ ഒന്നുമില്ലായിരുന്നു. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ചുമരുള്ള വലിയൊരു റൂം ടില്ലിന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. Till asked for thick curtains to be hung on the walls. ചുമരിൽ തൂക്കാനായിട്ട് നല്ല കട്ടിയുള്ള ഒരു കർട്ടൻ ടില്ല് രാജാവിനോട് ചോദിച്ചു. He wanted his painting to be protected from flies and the dust. അപ്പോൾ ടില്ല് ആഗ്രഹിക്കുകയാണ്, ഹി വാണ്ടഡ് ഹിസ് പെയിൻറ്റിങ്, അതിൻ്റെ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്തെന്നൊക്കെ ഡസ്റ്റ്, പൊടികളിൽ നിന്നും, ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ പ്രാണികളിൽ നിന്നും പൊടികളിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇത് ചോദിച്ചത്, കർട്ടൻ ചോദിച്ചത്. ഹി വാണ്ട്സ് ടു പ്രൊട്ടക്റ്റ് ഹിസ് പെയിൻറ്റിങ്. He also asked for 3 assistants to help him in mixing colors. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെയിൻ്റൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് ഒരു 3 അസിസ്റ്റൻറ്റിനെ വേണം എന്ന് പറഞ്ഞു. The Archduke gave him all that he asked for. ആർച്ച് ഡ്യൂക്ക് ടില്ല് ചോദിച്ച എല്ലാം ചെയ്തു കൊടുത്തു. Yes, children? Read the passages silently. So I want you to take your pencil or pen. അപ്പോൾ നിങ്ങൾ സൈലൻ്റായിട്ട് ഇത്രയും ഭാഗം ഒന്ന് വായിക്കുക. അതിനുശേഷം നിങ്ങൾ പെന്നോ അല്ലെങ്കിൽ പെൻസിലോ എടുക്കുക. Have you got it with you? Okay, you can mark all the difficult and new words there and നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൽ ബുദ്ധിമുട്ടായിട്ടുള്ള വാക്കുകളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. Find out the meaning of the underlined words from the glossary of your textbook or from the dictionary. Okay, and also don't forget to frame sentences with the new words. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പുസ്തകത്തിലുള്ള നിഘണ്ടു നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഡിക്ഷണറി നോക്കിയിട്ടോ ശരിക്കും എഴുതി വെക്കുക. Okay, so do it as an assignment. Okay, now you can take 2 minutes for reading the 2 passages. Okay, now shall I ask you some questions? അപ്പോൾ അടുത്ത ലാസ്റ്റ് 2 പാരഗ്രാഫ് ഒന്ന് ശരിക്കും വായിക്കുക. അതിൽ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. Based on the 2 passages? Okay, here comes the first question. Why did Till think that if he painted the picture, he would definitely be killed? ഈ ചിത്രം വരച്ചാൽ ഞാൻ തീർച്ചയായിട്ടും കൊല്ലപ്പെടും എന്ന് ടില്ല് ചിന്തിക്കാൻ കാരണം എന്താണ്? It is there in the beginning of that paragraph itself. Yes, tell me. Okay, I think you know the answer, isn't it? അപ്പോൾ എല്ലാവരും ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുക. ടീച്ചർക്ക് അറിയാം, നിങ്ങൾക്കെല്ലാവരും അറിയാമെന്ന്. So Archduke wanted his portrait to be perfect in every detail, and if Till painted the picture as directed by the Archduke, he might be killed by the courtiers, and if the picture satisfied the desire of the courtiers, he might be killed by the Archduke. So in either case, Till was sure to die. അപ്പോൾ ആർച്ച് ഡ്യൂക്കിൻ്റെ ആഗ്രഹപ്രകാരം ചിത്രം വരയ്ക്കുകയാണെങ്കിൽ, ഒരു വ്യത്യാസവുമില്ലാതെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കോർട്ടിയേഴ്സ്, അതായത് മറ്റു പ്രമാണിമാർ അവനെ കൊല്ലും. ഇനി കോർട്ടിയേഴ്സ് പറഞ്ഞ പ്രകാരം പ്രമാണിമാർ പറഞ്ഞതുപോലെ അവർ വ്യത്യാസങ്ങളൊക്കെ വരുത്തി അവരെ സുന്ദരമായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആർച്ച് ഡ്യൂക്ക് ഇവനെ കൊല്ലും. അപ്പോൾ രണ്ടായാലും ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ ടില്ലിന് മരണം ഉറപ്പാണ്. ഇതുകൊണ്ടാണ്
അങ്ങനെ ചിന്തിക്കാൻ കാരണം. Okay, now the next question. So what did Till do to save himself from being killed? അപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ടില്ല് എന്താണ് ചെയ്തത്? Yes, what did he do? Did he paint the picture? എന്താണ് ടില്ല് ചെയ്തത്? അവൻ ചിത്രം വരച്ചോ? No, he took a very brave and very sagacious decision, isn't it? ടില്ല് വളരെ ധീരമായിട്ടും വളരെ ബുദ്ധിപരമായിട്ടുമാണ് തീരുമാനമെടുത്തത്. What is it? He decided not to paint the picture at all. അപ്പോൾ എന്താ ടില്ല് വിചാരിച്ചു വെച്ചാൽ ചിത്രം തീരെ വരക്കണ്ട എന്ന് ആണ് തീരുമാനിച്ചത്. Okay, now the next question. Where was the picture painted? Can you tell? അപ്പോൾ അടുത്ത ചോദ്യം, എവിടെ വെച്ചാണ് ചിത്രം വരക്കുന്നത്? നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമോ? Just look at the next paragraph. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിന് അടുത്ത പാരഗ്രാഫ് നോക്കുക. The picture was painted in the large room with bare walls. അപ്പോൾ ആ ചിത്രം വരക്കുന്നത് വലിയൊരു റൂമിൽ പ്ലെയിനായിട്ടുള്ള ചിത്രങ്ങളൊന്നും ഇല്ലാത്ത പ്ലെയിനായിട്ടുള്ള ചുമരുകളുള്ള വലിയൊരു റൂമിലാണ് ആ ചിത്രം വരക്കുന്നത്. Okay, now there is another one question, that is Till asks for thick curtains, isn't it? Now can you tell me what is his real intention? എന്തുകൊണ്ടാണ് ടില്ല് നല്ല കട്ടിയുള്ള കർട്ടൻ, തിക്കായിട്ടുള്ള കർട്ടൻ വേണമെന്ന് പറഞ്ഞത്? ശരിക്കും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു? You can just locate the answer in the next page. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിനായിട്ട് അടുത്ത പേജ് നോക്കുക. Yes, tell me. Till wanted to protect his painting from flies and dust. അതെന്തിനാണെന്ന് വെച്ചാൽ ഡസ്റ്റ്, പൊടികളിൽ നിന്നും അതുപോലെ തന്നെ ഫ്ലൈസ്, ഈ പ്രാണികൾ, അതിനൊക്കെ രക്ഷ തേടാൻ വേണ്ടിയിട്ടാണ് കട്ടിയുള്ള ആ കർട്ടൻ ചോദിച്ചത്. And his real intention for using the thick curtains was to protect himself, because he was not at all painting the picture. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവന് ശരിക്കും ആ കർട്ടൻ ചോദിച്ചിട്ടുള്ളത്. എന്തെന്നാൽ ഇതുവരെ ചിത്രം അവന് വരക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. Okay, so he had hidden himself inside the large room. അതുപോലെ തന്നെ ആ വലിയ റൂമിൽ ഈ കർട്ടനൊക്കെ കൊണ്ട് മറച്ച് കണ്ട് അവനതിൽ ഒളിഞ്ഞിരിക്കാനാണ് അവൻ്റെ ശരിക്കുള്ള ഉദ്ദേശം. For 30 days, Till and his assistants feasted themselves on the choicest dishes and drank the finest wines. 30 ദിവസം ടൈലും അതുപോലെ തന്നെ അവരുടെ അസിസ്റ്റൻസും നല്ല ഡിഷസും അതുപോലെ തന്നെ നല്ല ഫൈനായിട്ടുള്ള വൈനുകളൊക്കെ കുടിച്ചുകൊണ്ട് അവർ ആഘോഷിച്ചു. On the 31st day, the Archduke thrust his nose in through the door and said, 31ാമത്തെ ദിവസം രാജാവ് ആർച്ച് ഡ്യൂക്ക് അവൻ്റെ മൂക്ക് ഇങ്ങനെ ഡോറിലിങ്ങനെ തള്ളിയിട്ട് പറഞ്ഞു, "It is time that you finish the painting. I am eager to see it. Is it ready?" നിങ്ങൾക്ക് ആ ചിത്രം വരയ്ക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കത് കാണാൻ വളരെ ആകാംക്ഷയുണ്ട്. ഈഗർ എന്ന് പറഞ്ഞാൽ ആകാംക്ഷ. ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. Till said that the portrait was being given the finishing touches. അപ്പോൾ ടില്ല് പറഞ്ഞു ഇതിന് അവസാന ഫിനിഷിംഗ് ടച്ചിൽ നൽകിക്കൊണ്ടിരിക്കുക, അതായത് മിനുക്ക് പണിയിലാണ് എന്ന് പറഞ്ഞു. He begged for some more time. ഇത് പറഞ്ഞുകൊണ്ട് ടില്ല് കുറച്ചുകൂടി സമയം ചോദിച്ചു. ബെഗ്ഡ് പറഞ്ഞാൽ യാചിച്ചു, ചോദിച്ചു എന്നൊക്കെയാണ്. കുറച്ചുകൂടി സമയം വേണമെന്ന് ചോദിച്ചു. The Archduke said that his delay did not matter so long as he did an excellent job. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു ഡിലേ ആവുന്നൊന്നും പ്രശ്നമാക്കണ്ട, അതായത് ഡിലേ വരയ്ക്കാൻ താമസമാക്കുന്നതൊന്നും പ്രശ്നമില്ല, എത്ര സമയം എടുത്തോളൂ, പക്ഷേ ജോബ് നന്നായിരിക്കണം, നിങ്ങൾ ചെയ്യുന്ന വർക്ക് എക്സലൻ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. But he added, "You should either complete the picture within 15 days or you should show me the unfinished picture now." അതിന് കൂടെ തന്നെ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു, നിങ്ങൾ ഈ 15 ദിവസത്തിനുള്ളിലായിട്ട് ഇത് കംപ്ലീറ്റ് ആകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഫിനിഷായിട്ടുള്ള ഭാഗം, അതായത് അൺഫിനിഷ്ഡ് ആകാത്തുള്ള ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം എനിക്കിപ്പോൾ തന്നെ കാണണം എന്ന് പറഞ്ഞു. Till promised to complete the picture within 15 days, saying that only a few minor details remain to be filled in. അപ്പോൾ ടില്ല് പറഞ്ഞു 15 ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആക്കി തരാം, ഇനി ചെറിയ മൈനറായിട്ടുള്ള കാര്യങ്ങൾ ഇനി ചെയ്യാനുള്ളൂ,
അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും 15 ദിവസത്തിനുള്ളതായിട്ട് തന്നെ ചിത്രം പൂർത്തിയാകുമെന്ന് പറഞ്ഞു. Should your lordship see the painting now, you would not be satisfied with it, he said. അതിൻ്റെ കൂടെ തന്നെ ടില്ല് പറഞ്ഞു, നിങ്ങൾ ഈ ചിത്രം ഇപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് സാറ്റിസ്ഫൈ ആവില്ല, അതായത് സംതൃപ്തനാവില്ല ഇത് കണ്ടാൽ, ഇപ്പോൾ കണ്ടാൽ. അതുകൊണ്ട് ഇപ്പോൾ കാണണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ടില്ല് പറഞ്ഞത്. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അതിൽ സംതൃപ്തനാവില്ല എന്ന് പറഞ്ഞു. Till and his companions enjoyed themselves for yet another fortnight. അപ്പോൾ ടില്ലും അവൻ്റെ കമ്പാനിയൻസ് പറഞ്ഞാൽ അവരുടെ അസിസ്റ്റൻസും അടുത്ത 2 ആഴ്ച, ഫോർട്ട്നൈറ്റ് പറഞ്ഞാൽ 2 ആഴ്ച, അനദർ ഫോർട്ട്നൈറ്റ്, അടുത്ത 2 ആഴ്ച അവർ സാധാരണ പോലെ തന്നെ അവർ ആഘോഷിച്ചിരുന്നു. On the 60th morning, the Archduke forced his way into the room and said, 16ാമത്തെ ദിവസം ആർച്ച് ഡ്യൂക്ക് മുറിയിലേക്ക് ഇടിച്ചു കയറിയിട്ട് നല്ല ശക്തിയായിട്ട്, ഫോഴ്സിലാണ് ശക്തിയായിട്ട് തള്ളി കയറിയിട്ട് പറഞ്ഞു, I must see the picture at once. Where is the picture? Draw those curtains apart. എനിക്ക് തീർച്ചയായിട്ടും ആ ചിത്രം കാണണം. എവിടെയാണ് പിക്ചർ? ആ കർട്ടൻ വലിച്ച് താഴേക്കിടൂ, മറച്ചു വെച്ച കർട്ടൻ താഴേക്കിടൂ, എനിക്ക് ആ ചിത്രം ഒന്ന് കാണണം. അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ ഒരൊട്ടെങ്കിലും എനിക്ക് ചിത്രം കാണണമെന്ന് ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് പറഞ്ഞു. The picture is ready, my lord, announced Till. Then അപ്പോൾ ടില്ല് രാജാവിനോട് അറിയിച്ചു, ചിത്രം റെഡി ആയിട്ടുണ്ട്. Then why don't you draw the curtains? What is the matter? അപ്പോൾ രാജാവ് ടില്ലിനോട് ചോദിച്ചു, എങ്കിൽ ചിത്രം പൂർത്തിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കർട്ടൻ താഴ്ത്തിയിട്ട് എന്നെ കാണിക്കാത്തത്? എന്താണ് പ്രശ്നം? വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് പ്രശ്നം ചോദിച്ചു. The Archduke asked, I want you to grant me one last favor. അപ്പോൾ ടില്ല് പറഞ്ഞു, എനിക്ക് അവസാനമായിട്ട് ഒരു ഫേവർ, ഒരു സഹായം കൂടി ചെയ്യണം, ഗ്രാൻഡ് അനുവദിക്കണം. വൺ ലാസ്റ്റ് ഫേവർ, ഒരു സഹായം കൂടി ചെയ്യണമെന്ന് പറഞ്ഞു ടില്ല്. Said Till, please order all the courtiers to assemble in this room. എന്നിട്ട് പറഞ്ഞു, എല്ലാ പ്രമാണിമാരെയും ഈ റൂമിലേക്ക് അസംബ്ലി ചെയ്യുന്നത് വിളിച്ചു വരുത്തണം, അല്ലെങ്കിൽ നിർത്തണം എന്ന് പറഞ്ഞു. When they are here, I want to say a few words to them, and then I will draw the curtain. അതുപോലെ അവരിവിടെ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവരോട് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കർട്ടൻ താഴ്ത്താം, എന്നിട്ട് ചിത്രം കാണിക്കാം എന്ന് ടില്ല് രാജാവിനോട് പറഞ്ഞു. Okay, children, read well the 2 paragraphs that we just did. അപ്പോൾ നിങ്ങൾ ഈ പാരഗ്രാഫ് രണ്ട് പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. Read well. Again, you have to underline all the new words. Don't forget that. ശരിക്കും വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. Take 2 minutes for reading. Shall I ask you some questions? അപ്പോൾ വായിക്കാൻ വേണ്ടി 2 മിനിറ്റ് എടുക്കുക, എന്നിട്ട് ടീച്ചർ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. Okay. Tell me, what did Till and his assistants do for a month? ഫസ്റ്റ് ചോദ്യം ഇതാണ്, ആ ഒരു മാസം ടില്ലും അവൻ്റെ അസിസ്റ്റൻസും എന്താണ് ചെയ്തത്? The answer is very easy. You can just locate it in the beginning of that paragraph. ഉത്തരം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിലെ ആ ഫസ്റ്റ് തുടക്കം ഒന്ന് നോക്കിയാൽ മതി. What did they do? Till and his assistants feasted themselves on the choicest food and drank the finest of wines. അതിനുത്തരം ടില്ലും അവരുടെ അസിസ്റ്റൻസും സ്വയം ആഘോഷിച്ചു, എങ്ങനെ നല്ല ഡിഷസ്, നല്ല നല്ല ഭക്ഷണങ്ങളും അതുപോലെ തന്നെ വില കൂടിയ വൈനുകളൊക്കെ കുടിച്ചുകൊണ്ട് അവർ ആ ഒരു മാസം അങ്ങനെ ആഘോഷിച്ചിരുന്നു. Isn't it? They were having a real good time in the palace of Battenberg. ആ കൊട്ടാരത്തിൽ അവർക്ക് നല്ലൊരു സമയമായിരുന്നു. ആ സമയം നല്ല ഭക്ഷണവും അതുപോലെ തന്നെ പാനീയങ്ങളൊക്കെ ആ ഒരു മാസം ഇങ്ങനെ ഫ്രീ ആയിട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അത് അവർക്ക് നല്ലൊരു സമയമായിരുന്നു. Now there is an expression used in the passage, that is, thrust his nose in through the door. Did you see that? അപ്പോൾ ആ ഇതിൽ ഒരു പദപ്രയോഗമുണ്ട്, എന്താ വെച്ചാൽ ത്രസ്റ്റ് ഹിസ് നോസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. So have you got any idea what such expressions are called? So അപ്പോൾ ആ പ്രയോഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. So they are, or such phrases are called as idioms.
Okay. അപ്പോൾ ഇങ്ങനത്തെ പദപ്രയോഗങ്ങൾ വിളിക്കുന്ന പേരാണ് ഇഡിയം. ഇഡിയം എന്ന് പറഞ്ഞാൽ ഭാഷാ ശൈലി എന്നൊക്കെയാണ് അർത്ഥം. Okay, do you know what is an idiom? Idiom is not interpreted in a logical manner, okay, or in a literal manner. So we അപ്പോൾ ഇഡിയം എന്ന് പറഞ്ഞാൽ ഒരു ശൈലിയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ലോജിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് ജസ്റ്റ് പറഞ്ഞു പോകുന്ന ഒരു വാക്കാണെന്ന് മാത്രം. we don't take the literal meaning of that expression. Okay, so thrust the nose or thrusting the nose in through the door just means that to interfere or to meddle into somebody's affairs unofficially. അപ്പോൾ ഇവിടെ പറയുന്ന ആ പദപ്രയോഗത്തിന് പ്രത്യേകിച്ചൊരു ലോജിക്കൽ അർത്ഥമൊന്നും ഉണ്ടാവില്ല. അതായത് അതിലിപ്പോൾ ഒരു മറ്റുള്ളവരുമായി ഇടപെടാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ചാടിക്കയറി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഇടപെടൽ അതേപോലെ കാണിച്ചത് മാത്രം. Okay, so probably you must have heard of the sentence that you should not poke your nose into others' affairs, isn't it? Have you heard of that expression? So similarly, that means you should not indulge or interfere into others' matters unofficially. പെട്ടെന്നുള്ള ഒരു ചാടിക്കയറ്റം മറ്റുള്ളവരിലേക്ക് ചാടിക്കയറി പറയുക അല്ലെങ്കിൽ മറ്റുള്ള സമ്മതം കിട്ടാതെ ചാടിക്കയറി പറയുക എന്നുള്ളതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഷാശൈലി ഉപയോഗിച്ചു എന്ന് മാത്രം. അത്രേ ഉള്ളൂ, ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. So did you understand the passages that we did? Okay. Can we look the next paragraph? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. Okay, look in your textbook. The Archduke ordered all the courtiers to assemble in the hall. രാജാവ് എല്ലാ പ്രമാണിമാരോടും ആ റൂമിൽ നിൽക്കാൻ പറഞ്ഞു, വരി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. Till address them, my lord, ladies and gentlemen, the picture is ready. അപ്പോൾ ടില്ല് അവരെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മൈ ലോർഡ്, നിങ്ങൾ പിക്ചർ റെഡി ആയിട്ടുണ്ട്. You will now be able, as I draw the curtains, to see how well I have done my work. ഞാൻ ഈ കർട്ടൻ താഴ്ത്തിയാൽ ഞാൻ വരച്ചിട്ടുള്ള ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. You can all admire my work. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ജോലിയെ അഭിനന്ദിക്കാം, ഇല്ലെങ്കിൽ ആശംസകൾ നേരാം എന്നൊക്കെയാണ്. അഡ്മയർ എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക. But I must warn you that there is something very special about this picture. പക്ഷേ ഞാൻ നിങ്ങളെ വാൺ ചെയ്യണം അല്ലെങ്കിൽ അറിയിക്കുകയാണ്, ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, താക്കീത് തരികയാണ്. Only those among you who have noble blood in your veins will be able to see this painting. നിങ്ങളുടെ ഞരമ്പുകളിൽ നല്ല ഉത്തമ രക്തം ഉള്ളവർക്ക് മാത്രമേ ഈ ചിത്രം കാണാൻ സാധിക്കുകയുള്ളൂ. All the rest, whatever their rank or position, will see nothing but a blank wall. All the rest എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കെല്ലാം, അതായത് നല്ല രക്തം ഇല്ലാത്തവർക്ക് അവരെല്ലാം, ഇനി അവർ നല്ല റാങ്കിലുള്ള നല്ല പൊസിഷനിലുള്ള ആളുകളാണെങ്കിലും ശരി, അവർക്കൊന്നും കാണാൻ സാധിക്കില്ല. അതൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ചുമര് മാത്രമായിരിക്കും അവർക്ക് കാണുക. അതായത് നിങ്ങൾ എത്ര ഉന്നതനായിട്ടുള്ള ആളാണെങ്കിലും നല്ല ഉത്തമ രക്തമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. Now I will draw the curtains. Till flung the curtains aside. ഞാനിത് വലിക്കാൻ പോവുകയാണ്, വലിച്ച് താഴെയിടാൻ പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് ടില്ല് ഒരു ഭാഗത്ത് നിന്നും ഉയർത്തി, ഫ്ലങ് എന്ന് പറഞ്ഞാൽ ഉയർത്തി പറന്നു എന്നൊക്കെ കേട്ടോ. The courtiers outdid one another in showing their admiration for the picture. അപ്പോൾ പ്രമാണിമാരെല്ലാം അവൻ്റെ ചിത്രത്തെ, ടില്ലിൻ്റെ ചിത്രത്തെ പുകഴ്ത്തി പറയാൻ തുടങ്ങി. They praised Till for his splendid painting. ആ ഗംഭീരമായ ചിത്രത്തെ എല്ലാവരും ടില്ലിനെ പ്രശംസിച്ചു. They remarked how natural each one of them looked in the picture and eagerly pointed out their friends and acquaintances. അവരെ അടയാളപ്പെടുത്തി എത്ര നാച്ചുറലായിട്ടാണ് അവന് എല്ലാവരും ഈ പിക്ചറിൽ കാണുന്നത്. അതുപോലെ തന്നെ വളരെ ആകാംക്ഷയോടു കൂടി തന്നെ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ പോയിൻ്റ് ചെയ്ത് പറഞ്ഞു. അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപഴകലിലൂടെ ഉള്ള അവരുടെ പരിചയം, അതൊക്കെ. അപ്പോൾ
ഫ്രണ്ട്സൊക്കെ ചിത്രത്തിൽ മനോഹരമായിരിക്കുന്നു എന്ന് മറ്റുള്ള ഫ്രണ്ട്സിനോട് പോയിൻ്റ് ചെയ്ത് പറഞ്ഞു. All of a sudden, the Duke's jester leaped into the air and shouted. പെട്ടെന്ന് ഡ്യൂക്സ് ജസ്റ്റർ, അതായത് കൊട്ടാരം വിദൂഷകനെ വായുലേഖനം എടുത്ത് ചാടിക്കൊണ്ട് കുതിച്ച് ചാടിക്കൊണ്ട് പറഞ്ഞു, ഷൗട്ട് ചെയ്താണ് പറഞ്ഞു. ജസ്റ്റർ വിദൂഷകൻ ലീപ്പിടറാൽ കുതിച്ച് ചാടി. All of you know that I am a fool and I have no blue blood in my veins. I can see no picture but only a blank wall. അദ്ദേഹം പറഞ്ഞു, ഞാൻ മണ്ടനാണ്, പൊട്ടനാണെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ ശരീരത്തിൽ അങ്ങനത്തെ നല്ല രക്തമൊന്നും ഓടുന്നില്ല. എനിക്ക് ഏതായാലും ഇത് ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്, ഒരു ചുമര്, ബ്ലാങ്ക് ആയിട്ടുള്ള ചുമരാണ് കാണുന്നത്, ചിത്രമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. When fools begin to talk, observed Till, it's time for wise men to walk. അപ്പോൾ ടില്ല നിരീക്ഷിച്ചുകൊണ്ട് പറയാണ്, വിഡ്ഢികളായിട്ടുള്ള ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. ഈ സമയം ഇറ്റ്സ് ടൈം ഫോർ വൈസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ജ്ഞാനമുള്ള ആൾക്കാർ ടു വാക്ക്, നടക്കാൻ പോവുകയാണ്. അതായത് അവന് മനസ്സിലായി, ഇത് അവർക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്, വിഡ്ഢികളായിട്ടുള്ള അവർക്ക് മനസ്സിലായി. അപ്പോൾ ബുദ്ധിയുള്ള അവന്, അതായത് ടില്ല്, ഇനി വല്ല പുറത്തേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. He calmly strode out of the hall and rode away on his donkey. എന്നിട്ട് അവന് ശാന്തനായിട്ട് ആ റൂമിൻ്റെ പുറത്തേക്ക് നടന്നു. എന്നിട്ട് അവൻ്റെ കുതിരയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. The feathers in his cap danced in the gentle. അവൻ്റെ തൊപ്പിയിലുള്ള ആ തൂവൽ ആ നേർത്ത കാറ്റിലിങ്ങനെ ഡാൻസ് കളിച്ചു, അല്ലെങ്കിൽ ആ കാറ്റിലിങ്ങനെ ആടി. Breeze. Okay children, read well the paragraph. Okay, mark all the new words. Read carefully. അപ്പോൾ പാരഗ്രാഫ് ശരിക്കും ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് അറിയാത്തതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. You can take 2 minutes for reading. Did you read? Shall I ask you some questions? അപ്പോൾ 2 മിനിറ്റ് സമയം എടുത്തുകൊണ്ട് വായിക്കാൻ പറയാണ്. ഇനി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. Okay, the first question. What is special about the painting? ടില്ലിൻ്റെ ആ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? Yes, tell me, what is the speciality of the painting? Has Till painted any picture? എന്താണ് ടില്ലിൻ്റെ ചിത്രത്തിൻ്റെ പ്രത്യേകത? ടില്ല് ചിത്രം വരച്ചിരുന്നോ? No, isn't it? So there is no painting at all. ഇല്ല, അവൻ ഒറ്റ ചിത്രം പോലും വരച്ചിട്ടില്ല. But Till is a very tricky person. Okay, he says, or he invents a trick. He tells that only people with noble blood could see his painting. Others can see only a blank wall. അതെ, ടില്ല് ഇവിടെ ചിത്രം വരയ്ക്കാതെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതായത് നോബിൾ ബ്ലഡ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ചിത്രം കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് കുലീനമായിട്ടുള്ള രക്തം, അല്ലെങ്കിൽ ഉയർന്ന ജാതിയുള്ള രക്തം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് മാത്രമേ ഈ ചിത്രം കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ചിത്രം വെറും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ചുമര് മാത്രമായിട്ടാണ് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു. Okay, now the next question. How did courtiers react when Till flung the curtains aside? ടില്ല് കർട്ടൻ വലിച്ചപ്പോൾ അല്ലെങ്കിൽ ഉയർത്തിയപ്പോൾ കൊട്ടാരത്തിലുള്ള പ്രമാണിമാരുടെ റിയാക്ഷൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായിരുന്നു? Now the reaction of the courtiers. Did they tell it out that there is no picture? പ്രമാണിമാരുടെ പ്രതികരണമാണ് നോക്കുന്നത്, അവിടെ ചിത്രമില്ല. No, isn't it? Because they all wanted to prove that they had noble blood in their veins. ശരിയാണ്, സത്യത്തിൽ അവിടെ പിക്ചർ ഇല്ല. പക്ഷേ ആ പ്രമാണിമാരെ അവർക്ക് തെളിയിക്കണം, അവരുടെ ഞരമ്പുകൾ ഓടുന്നത് കുലീനതയുള്ള രക്തമാണ്, അല്ലെങ്കിൽ ഉയർന്ന ജാതിയിലുള്ള രക്തമാണ് എന്ന് തെളിയിക്കണം. അപ്പോൾ അവർ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടയിൽ അവർ താഴ്ന്ന ആളുകളാകും. അതുകൊണ്ടാണ് അവർ നല്ല അഭിപ്രായം അതിനെക്കുറിച്ച് പറഞ്ഞത്. So look at that line from your textbook. നിങ്ങളുടെ പുസ്തകത്തിലെ വരികൾ നോക്കുക. Yes, that is, the courtiers outdid one another in showing their admiration for the picture. And not only that, they also praised Till for his splendid paint. പ്രമാണിമാർ തമ്മിൽ അവരുടെ ആ ചിത്രത്തിൻ്റെ പ്രശംസ അവർ തമ്മിൽ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ
അവർ ടില്ലിനെ പുകഴ്ത്തുകയും ചെയ്തു. ഗംഭീരമായിട്ടുള്ള ചിത്രത്തിനെ കുറിച്ച് ഒന്ന് പുകഴ്ത്തുകയും ചെയ്തു. So Jester may be a fool who is appointed by the Archduke in his palace, but actually he is a very clever person, isn't he? He is a very wise and clever person. Only he has got the guts to tell the truth before the Archduke and the courtiers that he is just a fool and that he can see, he is a person with no noble blood in his veins, and that he can see no picture, or he cannot see any picture but just a blank wall. ടില്ലിനെ കൊട്ടാരത്തിൽ നിയമിക്കുന്ന സമയത്ത് ആർച്ച് ഡ്യൂക്ക് വിചാരിച്ചത് പിന്നെ അത്രയ്ക്ക് ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളായിരിക്കാം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ നല്ല ബുദ്ധിയും ബിരുദും ധൈര്യമൊക്കെ ഉള്ള ആളാണെന്ന് പിന്നീട് മനസ്സിലായി. കാരണം അവരുടെ ശരീരത്തിൽ ഓടുന്നത് ഒരു നോബിളായിട്ടുള്ള രക്തമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ അതൊരു കുറച്ചിലാകും എന്നുള്ള ഇതിൽ അവർ ആ പിക്ചർ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചർച്ച ചെയ്തത്. സത്യത്തിൽ അവിടെ ചുമര് ബ്ലാങ്ക് ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്വന്തം കുറവ് മറ്റുള്ളവർക്ക് കാണിക്കണ്ട എന്ന് വിചാരിച്ച എല്ലാവരും അതുപോലെ പിക്ചറുണ്ട് എന്നുള്ള രീതിയിൽ അഭിനയിച്ചു. Okay, actually it is the jester who reveals the trick of Till. Okay, understood? So this was the whole lesson, isn't it? Now shall we just summarize those paragraphs? So what are the things that we find here? അപ്പോൾ ടില്ല് അവൻ്റെ ഒരു ബുദ്ധിയാണ് അവിടെ പ്രയോഗിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്ലാസ്. ഈ പാരഗ്രാഫോടെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സമ്മറി, അതിൻ്റെ ചുരുക്കം ഒന്ന് നോക്കാം. അപ്പോൾ ടീച്ചർ ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള ഒരു കഥയുടെ ഒരു ചുരുക്കമായിട്ടാണ് പറയുന്നത്. ഇത് ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നത്. ഞാനിത് വിവർത്തനം ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക, ഇംഗ്ലീഷിൽ തന്നെ കേട്ടത് മനസ്സിലാക്കുക. നിങ്ങളത് ടീച്ചർ പറയുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ മലയാളം നിങ്ങൾ മനസ്സിലേക്ക് വന്നിട്ട് ഇതിൻ്റെ കഥ എങ്ങനെയാണ് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ പോയി ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ ഇംഗ്ലീഷ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് എൻ്റെ സമ്മറി ഒന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇംഗ്ലീഷിൽ തന്നെ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ അത് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ മലയാളം ഇല്ലാതെ ഒന്ന് മനസ്സിലാക്കി നോക്കുക. ഓക്കെ. So when Till understands that his life was in danger, he decides not to paint the picture at all. But he is a very clever man. Okay, he does not go away from there. Instead, Till and his assistants they feasted themselves and enjoyed themselves by drinking the best wines, and they spent their time happily in the palace. And the progress of the Till's painting is also very interesting. And finally Till invents a trick. He tells that only those with noble blood could see his painting. And the courtiers also praised Till for his splendid painting. So but then it is only when the jester told that he had no noble blood in his veins and then he can see no picture but a blank wall that the trick of Till is revealed. So thus we can see Till, who is very bold, cunning and tactful artist, who loved his own freedom and managed in fooling everyone including the Archduke. And at the same time we can also see the wise and courageous jester who told the truth to everyone without any hesitation. It was a jester who revealed the folly of the Archduke and exposed the trick of Till Allenspiegel. So that was the story. So children, I hope that you have understood well the story. So in your opinion, what is your opinion about the story? അപ്പോൾ നിങ്ങൾക്ക് കഥ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ഒപ്പീനിയൻ എന്താണെന്ന് ചോദിക്കുന്നത്. Did you like it? So actually it's a very good story, isn't it? So I personally like the story very much. Actually each character in it is unique. So okay children, we will together do an activity. It is there in your textbook. Take page number 17. ഇനി ടീച്ചർ ഒരു ആക്ടിവിറ്റി തരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 17 പേജ് നമ്പർ എടുക്കുക. That is to fill in the story map suitably. Did you see? The very first activity. So this is an activity where you have to mention the characters, setting,
problem and solution. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് യോജിച്ച രീതിയിൽ ഇതിൻ്റെ കഥേൻ്റെ ഒരു റൂട്ട് മാപ്പ്, സ്റ്റോറി മാപ്പ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് ക്യാരക്ടേഴ്സ് കാണും, അതുപോലെ തന്നെ അതിൻ്റെ എവിടെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് കഥയുടെ ആ ഉള്ളടക്കം. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും അതിൽ ഉൾപ്പെടുത്തണം. മൈന്യൂട്ടായിട്ട് വരുന്ന വിദൂഷകൻ വരെ അതിനിടയിൽ വന്നിട്ട് ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ ക്യാരക്ടറും പേരും അതിൽ ചേർക്കണം. അതുപോലെ തന്നെ എവിടെയാണ് കഥ നടക്കുന്നത്, നമ്മൾ കൊട്ടാരത്തിലാണ് നടക്കുന്നത്, അതുപോലെ തന്നെ കഥ എങ്ങനെയാണ് അവസാനിക്കുന്നത്, ടില്ലിൻ്റെ ബുദ്ധിയും അതുപോലെ തന്നെ അവൻ ഉപയോഗിച്ച ട്രിക്ക് എങ്ങനെയായിരുന്നു ഒക്കെ ചേർക്കണം. പിന്നെ ക്യാരക്ടർ കൂട്ടത്തിൽ ടില്ലിൻ്റെ സഹായികൾ പേരും ചേർക്കണം, മെൻഷൻ ചെയ്യാറുണ്ട്, അത് സൂചിപ്പിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷാണ് ടീച്ചർ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്ക് ടീച്ചർ പറയുന്നത് ശരിക്ക് കേൾക്കണം. So first let us just point out the characters. Who are the characters? Tell me. Yes, the first one is Till, of course. Then comes the Archduke. So after Archduke, who is the next person? Captain of the Guards. Then comes Commander-in-Chief. Then comes elderly lady, young lady. Then who else is there in that story? Some minor characters are there. Do you remember? If you want, you can also mention Duchess. Okay, so there is a picture also of the Duchess in your textbook. So Duchess you can mention. Similarly, the assistants of Till. So assistants also you can mention. So altogether there are 8 characters. Okay, now what about the setting of the story? Where is the setting? Yes, it is in the palace of Archduke of Battenberg. Correct. Now there is a problem, isn't it? The whole story, in the whole story there is a problem. The reason why Till plays a trick on Archduke. So what is that problem? The problem is the desire of the Archduke to have a portrait painted by Till. അപ്പോൾ കഥയിലുള്ള 8 ക്യാരക്ടേഴ്സിനെ എഴുതി, അതുപോലെ തന്നെ കഥ നടക്കുന്നത് നമ്മുടെ കൊട്ടാരത്തിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഈ കഥയുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കഥ ഉണ്ടായത്, എന്താണ് ഇതിൻ്റെ ആധാരം എന്നാണ് ചോദിക്കുന്നത് ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചിത്രം വരയ്ക്കുക, നമ്മുടെ ആർച്ച്ഡ്യൂക്കിൻ്റെ ചിത്രം വരയ്ക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കഥ മുന്നോട്ട് പോകുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. But then Archduke wants a perfect picture where he does not make, or where the Till should not make any changes. At the same time, there are courtiers who wanted to change their real appearance. So they wanted Till to portray them more beautiful and attractive. Okay, so that is the problem. It is because of this that Till does not paint any portrait at all. And towards the end, there is a solution. So what is the solution? The solution is the point that we just told. That is, Till decides not to paint the picture at all. And he also plays a trick on the Archduke and the courtiers and to everyone in the palace. He says that only people with noble blood could see his portrait, isn't it? So in this way he solves the solution. Okay children, now we will do one more activity, that is ഇനി അടുത്ത ആക്ടിവിറ്റിയാണ് പറയാൻ പോകുന്നത്. Activity 3, you can take page number 18 in your textbook. Take page 18, activity 3. അപ്പോൾ ഇനി 18ാമത്തെ പേജിൽ 3ാമത്തെ ആക്ടിവിറ്റിയാണ് പറയുന്നത്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കാണ്. അതായത് ഇങ്ങനെ ഓരോ വരി എഴുതിയിട്ട് ആ വരി ശരിയാണോ തെറ്റാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുകയാണ്. ശരിയാണെങ്കിൽ ശരിയെന്ന് എഴുതുക, തെറ്റാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എഴുതണം. എന്താണ് തെറ്റ്, എന്തുകൊണ്ട് തെറ്റ്, അതിൻ്റെ കറക്റ്റ് എന്താണെന്ന് കാരണം എഴുതണം. So the following are the major events in the story. Mark the correct answer for each question. Mark them as true or false by tick in the appropriate column. And if it is false, you also have to justify the reason. അപ്പോൾ കഥയിൽ ഓരോ സംഭവങ്ങൾ അടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവൻ്റ് പറഞ്ഞ സംഭവങ്ങൾ. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് മാർക്ക് ചെയ്യുക. ശരിയാണെന്നെങ്കിൽ ശരിയെന്ന് കൊടുക്കുക, പ്രശ്നമില്ല. തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ന്യായീകരിക്കണം, ജസ്റ്റിഫൈ ചെയ്യണം. അത് എന്തുകൊണ്ടാണ് തെറ്റെന്ന് ജസ്റ്റിഫൈ ചെയ്യണം.
ഈ വരികളിൽ നേരത്തെ പഠിച്ചതും നിങ്ങൾക്ക് അറിയാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സ്വയം ഇത് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. So look at the first statement. Till arrives at the palace of the Archduke. Is it true or false? Correct, it is true. Okay, the next one. Till meets the Archduke. Yes, that again is true. He shows the picture of infant Jesus to the Archduke. Is it, children? Which picture does he show? Can you tell? Is that statement right or wrong? It is wrong, isn't it? Till shows the picture of Our Lady the Virgin in her royal robes. Okay, next. Captain of the guards allows Till to meet the Archduke at once. Okay, tell me, children, is it true? Does Captain of the guards allow Till to enter immediately into the palace? No, the statement is false. Why? Because Captain of the guards is stopped Till telling that we don't allow any loafers to enter the palace. So the statement here is false. The next one, Archduke directs Till to paint their portrait. Yes, so that was a wish of Archduke, isn't it? So the statement is true. Look at the next one. Archduke's jester also praises Till's painting. Is it correct? No, it is false. Actually, it is jester who exposes the trick of Till, or it was he who revealed the truth. The Archduke does not like to appoint Till as a court painter. Is it true or false? It's absolutely wrong, isn't it? Archduke was very much impressed by the picture Till had brought as a present to him. Okay, next one. Till enjoys dinner with the Archduke. Is it true or false? True. Till and his companions spend a fortnight in the palace merrymaking. Again, that statement is true. Okay, look at the next one. The courtiers asked Till to paint them as they look like. Is it correct? No, the statement is wrong, or it is false. Why? Because the courtiers demanded that Till should make them more attractive than they actually were. Okay, next. The courtiers praised Till for his splendid painting. That statement is true. And the last one, Till calmly walks out of the palace. That again is true. Okay, children, now I want you to do 2 assignments. Okay, so take it down. Is the notebook ready with you? Okay, now the context is. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ 2 അസൈൻമെൻറ്റ് തരികയാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ബുക്കും പെന്നൊക്കെ റെഡിയായി വെക്കുക. ടീച്ചർ പറയുന്ന അസൈൻമെൻറ്റ് കറക്റ്റായിട്ട് എഴുതി വെക്കുക. Till demands Archduke that he wanted to see all the courtiers because he wants to have a word with them. Okay, now imagine that Archduke is asking his senior guard to make an announcement to the courtiers, before the courtiers, so that they could assemble in the court or in the hall. Okay, take down the question. I'll read it once again. Imagine that, take it down. Imagine that the Archduke assigns his senior guard to make an announcement informing courtiers to assemble in the hall. So prepare the text for the announcement. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടില്ല് ആർച്ച് പറയാണ് എല്ലാ പ്രമാണിമാരെയും ഈ റൂമിൽ അസംബിൾ ചെയ്യണമെന്ന് കൊണ്ടുവരണമെന്ന്. അപ്പോൾ ആ അസംബിൾ ചെയ്യാനുള്ള ഒരു ഉത്തരവ് സീനിയറായിട്ടുള്ള ഗാർഡിന് ആർച്ച് ഡ്യൂക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് ആ ഒരു അനൗൺസ്മെൻറ്റ് ഒരു വിളംബരം എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് ഒന്ന് വിചാരിച്ചിട്ട് അന്ന് അതുപോലെ എഴുതി തയ്യാറാക്കാനാണ് പറയുന്നത്. ആ വിളംബരം എഴുതി തയ്യാറാക്കാൻ, അതായത്
ഓരോ കോട്ടേഴ്സിനെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വിളംബരം അല്ലെങ്കിൽ ഒരു ക്ഷണക്കത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. അത് രാജാക്കന്മാർ വിളംബരം ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഓരോ പ്രദേശത്തൊക്കെ പോയിട്ട് അവർ കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടാവും. അതിങ്ങനെ ഉറക്കെ വായിക്കും. അപ്പോൾ ആ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ഫസ്റ്റായിട്ടുള്ള നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റ്. So before you write an announcement, let us just have a look at the features of the announcement. Okay, so you have to pay attention to language, vocabulary, content and conclusion. Okay, so the language. So since this announcement is made from the palace, or announcement is or the orders is given by the Archduke, the language should be in the form of a command. അപ്പോൾ നിങ്ങൾ ഈ അനൗൺസ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഒന്ന് ഭാഷ എന്ന് പറയുമ്പോൾ ഇത് ഒരു രാജാവിൻ്റെ ആജ്ഞയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ ലാംഗ്വേജ് യൂസ് ചെയ്യണം. Like you have to say that His Highness commands all. Similarly, the vocabulary, you have to use the royal words. Okay, like our Lord, our Lordship. അപ്പോൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വൊക്കാബുലറിയാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പദങ്ങൾ, ഇത് കൊട്ടാരത്തിൽ നടക്കുന്ന കഥ ആയതുകൊണ്ട് റോയൽ വേർഡ്സൊക്കെ ഉപയോഗിക്കണം. ഓ മൈ, അവർ ലോഡ്, അവർ ലോഡ്ഷിപ്പ്, അങ്ങനത്തെ ഒരു എന്താ പറയുക, കൊട്ടാരത്തിൽ ഉപയോഗിക്കുന്ന അങ്ങനത്തെ വാക്കുകൾ, ഉത്തരവിടുന്നു, അടിയെന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ, അതുപോലെ റോയൽ വേർഡുകളൊക്കെ യൂസ് ചെയ്യുക. And similarly in the content, what will come in the content? The appointment of Till as the court painter, then Archduke's wish and the need of the courtiers to assemble in the hall. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളടക്കം എന്തൊക്കെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ടില്ലിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് പെയിൻ്ററായിട്ട്. പിന്നെ ആർച്ച് ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങൾ നീഡ് ടു അസംബിൾ ദി കോർട്ട്. അപ്പോൾ അത് പ്രകാരം ഈ പ്രമാണിമാരെ, കോട്ടേഴ്സിനെ ഇതിലേക്ക് റൂമിലേക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഓർഡർ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും തീർച്ചയായിട്ടും അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം. And towards the end there should be a proper conclusion. Like you have to say that it is the command from our lordship. പിന്നെ അതിൽ വരുന്നതാണ് കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വേണ്ട. അപ്പോൾ ഇതൊരു രാജാവിൻ്റെ കൽപ്പന എന്നുള്ള നിലക്ക് ഇതിൻ്റെ ഉത്തരവാണ്, രാജാവ് ഉത്തരവിടുന്നു, മലയാളത്തിൽ തന്നെ പറയില്ലേ നമ്മൾ, രാജാവ് കൽപ്പിക്കുന്നു, അങ്ങനെയുള്ള ഒരു കൺക്ലൂഷൻ വരാൻ ശ്രദ്ധിക്കണം. You can write the text of the announcement. Okay, if you find any difficulty, get the help of the English teacher of your school. അപ്പോൾ നിങ്ങൾക്കിത് തയ്യാറാക്കാൻ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട്, അതിൽ വാട്സപ്പ് മുഖാന്തരം കോൺടാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പരിഹാരം തേടാം. നിങ്ങൾക്ക് ടീച്ചറോട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാനും ഹെൽപ്പ് ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും അത് തീർച്ചയായിട്ടും ഇത് എഴുതാനും ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാനും ശ്രമിക്കണം. Here is one more assignment, you can take it down. That is, it's a narration. Okay, take down the question. Imagine that you are one of the courtiers who witnessed the whole events until Till revealed the picture in front of the Archduke and the courtiers. Narrate the happenings at the court to one of your friends. Okay, so the context is, imagine that you are one of the courtiers and you happen to witness all the events that happened in the palace. And till which incident? Until Till reveals the picture in front of the Archduke and the courtiers. So you have to narrate this whole incident to one of your friends. So it is in the form of a narration. അപ്പോൾ രണ്ടാമത്തെ അസൈൻമെൻറ്റ് ഇവിടെ പറയുന്നത് വെച്ചാൽ, ടില്ല് ആ ചിത്രം കാണിക്കുന്ന സമയത്ത്, എല്ലാ പ്രമാണിമാരെയും വിളിച്ചു വരുത്തിയിട്ട് കാണിക്കുന്ന സമയത്ത് നിങ്ങളും അവിടെ ഒരു പ്രമാണിയായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ വിവരണം നിങ്ങളുടെ ഒരു സുഹൃത്തിന് വിവരിച്ചു കൊടുക്കുന്ന രീതിയാണ്, ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതാനുള്ളത്. അതായത് നിങ്ങളുടെ സുഹൃത്തിന് അവിടുത്തെ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. Now just have a look at the features of the narration.
അപ്പോൾ ഇത്തരത്തിലൊരു കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ടൈറ്റിൽ, തലക്കെട്ട്, സ്ട്രൈക്കിംഗ് ബേക്കിംഗ്, നല്ലൊരു തുടക്കം, അതുപോലെ തന്നെ അവരുടെ വ്യക്തികളുടെ ആ വിവരണം, അതുപോലെ തന്നെ അതിൻ്റെ സീക്വൻസ്, അതായത് ഓരോ കാര്യങ്ങൾ വിവരിക്കുന്നതിൻ്റെ അതേപോലെ തന്നെ വിവരിക്കണം. സീക്വൻസ് ആയിട്ട് തന്നെ ഓരോ ഫസ്റ്റ് തൊട്ടുള്ള അവസാനം വരെയുള്ള കാര്യങ്ങൾ, അതായത് വേറെ ലാസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫസ്റ്റ് പറയരുത്. അതിൻ്റെ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ വിവരിക്കുക. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ എന്തെങ്കിലും സെൻറ്റൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, വിവരങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ നല്ലൊരു ലാംഗ്വേജ് ആയിട്ടും സ്യൂട്ടബിൾ ലാംഗ്വേജ്, കാര്യങ്ങൾ സംസാര രീതിയൊക്കെ അതുപോലെ തന്നെയുള്ള നല്ല കൊട്ടാരത്തിൽ സംസാരിക്കുന്ന പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കുക. In your screen, pay attention to the features of narration: a suitable title, striking beginning, it should be in the first person narration, all the events should be in the sequential manner, use variety of sentences, and there should be an appropriate language. So keeping all these points in your mind, you have to write a good narration. Okay children, don't forget to do the 2 assignments, and we have come to the end of this session. Hope you have enjoyed today's class. Hoping to meet you soon. Take care and be safe. Thank you.